ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് എൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കുറേ നമ്മളെ ഫ്രൂട്ട് പ്ലാന്റേഷൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി അവർക്ക് വേണ്ട പരിചരണങ്ങളും മരുന്നടിക്കാൻ മീൻസ് അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം കൊടുക്കലും പരിപാടികളൊക്കെ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആക്കാം. അതിൻ്റെ പരിചരണം, അതിൻ്റെ പരിചയപ്പെടലും എല്ലാം ഓക്കെ. ഇന്ന് ഇത് നമ്മളെ മറ്റേ SOP ആണ് കേട്ടോ, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, സൾഫർ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബോറോണും കൂടി ചേർക്കും. അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം SOPയും അതേപോലെ 1 ഗ്രാം ബോറോണും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാ പ്ലാന്റിനും നമ്മൾ അടിച്ചു കൊടുക്കും. അതെന്തിനെന്ന് വെച്ചാൽ പൂവ് കൊഴിയാതെക്കാനും, ഫ്രൂട്ടിന് നല്ല ഷേപ്പ് കിട്ടാനും, പിന്നെ മധുരം കിട്ടാനും, വലുപ്പം വെക്കാനും, അങ്ങനെ പൂവും കായ് ആയതിന് ശേഷം കൊടുക്കുന്നതാണ് ഈ SOP ബോറോണും കൂടി. ഇത് ഇതിൻ്റെ മരുന്നടിക്കുന്നത് 5 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ അതിലേക്ക് ആണ് ഞാനിപ്പോൾ ഏകദേശം അതിന് കണക്കായിട്ട് ഒരു സ്പൂണിൻ്റെ കണക്കായിട്ട് SOPയും ബോറോണും കൂടി മിക്സ് ആക്കിയിട്ട് ജാറിൽ വെച്ചിട്ട് നല്ല ഷെയ്ക്ക് ചെയ്യണം. നല്ല ഷെയ്ക്ക് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഓരോ പ്ലാന്റിനും അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് സ്പ്രെയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈറ്റുള്ള മാവിന് ഹൈറ്റിലേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നല്ല ഷെയ്ക്ക് ചെയ്യണം, കാരണം ഇതൊരു പഞ്ചസാര തരി പോലത്താണ് SOP വരുന്നത്. ബോറോൺ പിന്നെ പൊടിയാണ്. അപ്പോൾ നല്ല ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്യുക. അല്ലാഞ്ഞാൽ നമ്മളെ സ്പ്രെയറിൽ ഇത് അടിഞ്ഞിട്ട് നല്ല രീതിയിൽ സ്പ്രെയർ വർക്ക് ചെയ്യില്ല. ഇതാണ് ഞങ്ങളെ നാസിക് പസന്താണ്. നിറയെ ഫ്രൂട്ടായി കിടക്കുകയാണ്, ഫുള്ള് ഫ്രൂട്ടാണ്. അതപ്പം തന്നെ ഇതുണ്ടോ, ഫ്ലവറും ഉണ്ട്. ഇതൊക്കെ പോളിനേഷൻ കഴിഞ്ഞതാണ്, ഫ്ലവറും ഉണ്ട്. നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സമയത്തിൽ പൂവും മരം മൊത്തത്തിൽ സ്പ്രേ ചെയ്യണം. എല്ലായിടത്തും ഇലൻ്റെ അടിയിലും മേലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റിലുള്ള ഇതൊക്കെ നമ്മൾ ബ്രൂൺ ചെയ്ത് നമ്മളൊരു ലെവലിൽ നിർത്തിയതുകൊണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ സ്പ്രേ ചെയ്യാൻ പറ്റും. ഇതങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ സ്പ്രേ ചെയ്യും, ഫുള്ളായിട്ട് സ്പ്രേ. ഇതിവിടെയൊക്കെ ഫ്രൂട്ട് ഉണ്ട്, ഫുള്ള് ഇതൊക്കെ ഫ്രൂട്ടായിരിക്കും. അതൊക്കെ നമ്മൾ മാംഗോ പ്രൊട്ടക്ഷൻ ബാഗ് ഇട്ടിട്ട് മഴ ആയതുകൊണ്ട്, മഴ ആകുമ്പോൾ ബാഗ് ഇട്ടാൽ ഫ്രൂട്ടിൽ പുഴു വരെ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഫ്രൂട്ടായിട്ട് കിട്ടും. ഇതാണ് ഞങ്ങളെ അനാർ. ഇത് നാടനാണ്. ഇവിടെ കണ്ടത് വലിയ വലിപ്പം വരില്ല, പക്ഷെ ഞങ്ങൾ കുരു കുഴിച്ചിട്ടുണ്ടായത്. ഇതിപ്പോൾ ഏകദേശം ഒരു 6-7 വർഷമൊക്കെ ആയി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കായ്ച്ചിട്ടുണ്ട്. വല്ലാതെ കായ്ക്കില്ല, നമുക്ക് ആവശ്യത്തിനുള്ള കായ്ക്കും. ഇതിന് നമ്മൾ SOP കൊടുക്കാൻ പോകും. SOP കൊടുത്ത് പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കണം. അങ്ങനെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഉഷാറായി. ഞാനൊരു 20 ദിവസം കൂടുമ്പോൾ ഇത് മാറി ഇങ്ങനെ കൊടുക്കും. അതുകൊണ്ട് നല്ല മരത്തിന് നല്ല പച്ചപ്പാണ്, ഫ്രൂട്ട്സ് എല്ലാം ടേസ്റ്റ് ഉണ്ടാവും, ഷേപ്പ് ഉണ്ടാവും, പിന്നെ കൊഴിഞ്ഞു പോക്കുണ്ടാവും. അതാണ് വലിയ പ്രശ്നം. എല്ലാവർക്കും ഫ്രൂട്ട് റംബൂട്ടാൻ ഇതൊക്കെ കൊഴിഞ്ഞു പോകും. ഇതിന് അങ്ങനത്തെ ഒരു കൊഴിച്ചിലോ കായ പിടിച്ചോ പിന്നെ നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഇതൊക്കെ ഈ മരുന്നുകളൊക്കെ കൊടുക്കാനുള്ള ഒരു ഗുണം. അത് മൊത്തം ഒന്ന് സ്പ്രേ ചെയ്യട്ടെ. മറ്റേ കൂടി കഴിച്ചു. ഇതാണ് ഞങ്ങളെ ഷമാമ്. ഇതൊക്കെ നമ്മൾ SOP അടിച്ചതാണ്.
മാമ ഒന്നേ കഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് SOP ബോറോണും കൂടി അടിച്ചു കൊടുക്കാം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം ഇത് 2 ഡ്രമ്മിലാക്കി വെച്ചിട്ടുള്ളത്. അതിൽ 4 വെറൈറ്റി 5 വെറൈറ്റി ഉണ്ട്. ഇത് നമ്മളെ സപ്പോട്ട, ബനാന സപ്പോട്ട, നല്ല ബഞ്ചായിട്ട് കഴിക്കുന്ന ബനാന സപ്പോട്ടാണ്. ഇതൊക്കെ നല്ല കൊല കുത്തി കഴിക്കുന്നു. ഈ അനാർ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ 3 തൈ ഒരുമിച്ച് വാങ്ങിയിട്ട് ഒരു കുഴിയിൽ 3 ഭാഗത്താക്കി വെച്ചതാ. അതെല്ലാവരും അങ്ങനെ ചെയ്യുക. എന്താ വെച്ചാൽ നല്ല ബഞ്ചായിട്ട് നല്ല ബുഷിയായിട്ട് വരും. അത് ഒന്ന് നമ്മൾ ബുഷിയാക്കി എടുക്കാൻ കുറേ സമയം എടുക്കും. 3 തൈ വാങ്ങുക, വലിയൊരു കുഴി വയ്ക്കുക, പിന്നെ 3 ഭാഗത്താക്കിയിട്ട് അതിനുള്ള അടിവളം കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്താൽ 1 വർഷം കൊണ്ട് ഇതേപോലെ ബഞ്ചായിട്ടുണ്ടാവും. നല്ല ഫ്രൂട്ടും ഉണ്ടാവും. നല്ല വെയിൽ വേണം കേട്ടോ ഇതിനൊക്കെ. നല്ല വെയിൽ വേണം, നല്ല നനയും വേണം. ഈ മാവാണ് ഞങ്ങളെ കാറ്റിമോൺ, ഇനി ചോക്കന്നാന്നും പറയും. ഇത് കണ്ടോ, ഇതൊക്കെ ബഞ്ചായിട്ട് ഉണ്ടാക്കി കംപ്ലീറ്റ്. നമ്മൾ മാംഗോ പ്രൊട്ടക്ഷൻ ബാഗ് ഇട്ടതാ ഫുള്ള് താഴെ മേലെ ആ സൈഡിൽ. അതേസമയം ഫ്ലവറും ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് കൊല്ലം കായ്ക്കും. ഇതിനൊക്കെ ഏകദേശം ഒരു 2 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെ 2.5 വർഷം. ഇതിനൊക്കെ നമ്മൾ ഫുള്ളായിട്ട് SOP അടിച്ചു കൊടുക്കും. ഈ മാംഗോ പ്രൊട്ടക്ഷൻ ബാഗ് ഇടുന്ന സമയത്ത് പുഴുവിൻ്റെ അറ്റാക്കോ പ്രാണിയോ മാവ് നല്ല ഷേപ്പിലും ഭംഗിയിലും കിട്ടും. ഇത് കണ്ട ഫുള്ളായിട്ട് കംപ്ലീറ്റ് ബഞ്ചായിട്ട്. ഒരു കൊലയിൽ എത്ര ഉണ്ട് നോക്കിയാൽ ഇന്നൊക്കെ നമ്മൾ SOP ബോറോണും കൂടി മിക്സാക്കി അടിച്ചു കൊടുക്കണം. ആദ്യത്തെ നമ്മളെ വീട്ടിലെ മൊത്തം പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ മാവിന് നമ്മൾ പറഞ്ഞത് 4 kg എന്നാണ്. പക്ഷെ ഞാനൊരു വിദഗ്ധൻ്റെ അടുത്ത് ഈ മാങ്ങ കൊണ്ടുപോയി കൊടുത്ത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ അതാണ് ബ്ലാക്ക് ആൻഡ് റോസ്. വലിയ കിട്ടാനുള്ള ഒരു ഗുണം എന്താ അറിയാം, ഞാൻ കാണിച്ചുതരാം. അതായത് ശ്രദ്ധിക്കുക. കണ്ടോ, ബാഗ് ഇങ്ങനെ ഊരാ. ഇതിൻ്റെ ഒരു വൃത്തി കണ്ടോ. ഇതിപ്പോൾ ഏകദേശം 1 മാസത്തും കൂടി മൂപ്പ് വരാണ്ട്. ഇതാണ് ഇതാണ് ബ്ലാക്ക് ആൻഡ് റോസ്. അതിന്റെ ഫിനിഷിങ് വൃത്തി കണ്ടോ. ഒരു കുത്തോ ഒന്നും ഉണ്ടാവില്ല. കവർ ഇട്ടോണ്ടുള്ള ഒരു ഗുണമാണത്. ഈ കവർ ഇടുന്നതും സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ കവർ വാങ്ങിക്കുക, ഓൺലൈനിൽ കവർ ഇട്ടിട്ടോ, മാംഗോ പ്രൊട്ടക്ഷൻ ബാഗ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ 100 450 ഉറുപ്പ്യ വരും. അപ്പോൾ 450 ഒരു പീസിന് വരുള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കെട്ടുക. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ഒരു കമ്പി വരുന്നുണ്ട്. ആ കമ്പി നേരെ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള ഗുണം, അത് പഴുത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഈ കവറോട് കൂടി താഴെ വരും. പുഴുക്കളോ ഒന്നും വരില്ല. ഇതിൻ്റെ ഇതൊരു ചെറിയൊരു വെള്ളം ഇതിൽ കെട്ടിക്കില്ല, ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇത് ചെറുതല്ലേ? ഇതിപ്പോ ഏറ്റവും ചെറിയ സൈസാട്ടോ. നമുക്ക് 1 കിലോന്റെ അടുത്ത് വരെ തൂക്കമുള്ള വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജൂൺ ആവാനായില്ല, സീസൺ തീരല്ല. അപ്പൊ ആദ്യം ഉണ്ടായതാണ്. എന്നാലും ഇതാ വീണ്ടും ഫ്ലവർ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതിന്റെ മേലെ ചെറിയ കണ്ണിമാങ്ങൊക്കെ ഇപ്പൊ ഇടയ്ക്കിടക്കൊക്കെ ഉണ്ട്. ഫുള്ള് പഞ്ചായത്തൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉണ്ട്. ഫ്ലവർ അത്യാവശ്യം വരുന്നുണ്ട്. എത്ര പിടിക്കുന്നൊന്നും അറിയില്ല, മഴ പിടിച്ചൊക്കെ പോകും. ആദ്യം കിട്ടിയൊക്കെ നല്ല വലിപ്പമുണ്ടായിരുന്നു. ഒരു കിലോന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏകദേശം മൽഗോവന്റെ അതേ ഒരു ഫ്ലവറാണ്. ഫുള്ളൊരു മഞ്ഞ കളറാണ്, കുറച്ച് കട്ടിയും വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷെ ഷെൽ ലൈഫ് ഉണ്ട്, കുറച്ച് നിൽക്കുന്ന ഒരു പാറ്റേണാണ് കണ്ടിട്ട്. ഇതിനൊക്കെ നമ്മൾ SOP അടിച്ചു കൊടുത്തു. മൊത്തത്തിൽ SOP അടിച്ചു കൊടുത്തു. നല്ല അടിപൊളി സുലൈമാനി. ഇനി അടുത്ത കലാപരിപാടി നമ്മളെ വണ്ടി വാഷ് ചെയ്യില്ല. അന്ന് ഞായറാഴ്ച അല്ലേ, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞായറാഴ്ച ചെയ്യാറ്. വണ്ടീൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കുക, മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഇനിയിപ്പോൾ മഴയല്ലേ വരുന്നത്, ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നൈറ്റിൽ വണ്ടി ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൊത്തം ഒന്ന് ക്ലീനാക്കൽ പരിപാടിയാണെന്ന്. എനിക്ക് വണ്ടി എപ്പോഴും ഫുൾ ക്ലീനായിട്ടിരിക്കണം, അതൊരു നിർബന്ധമാണ്. അപ്പോൾ ഞാൻ കഴിയുന്നത് ഞായറാഴ്ച വണ്ടി എല്ലാം ഒന്ന് വൃത്തിയാക്കും. കഴുകാൻ നേരം ഉണ്ടെങ്കിൽ കഴുകും, ഇല്ലെങ്കിൽ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വാക്വം ചെയ്ത് ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് മഞ്ചാക്കിയിട്ടിടും. അത് നിർബന്ധമാണ്. ഇതാണ് ഞങ്ങളെ ബബ്ലൂസ് ഓറഞ്ച്.
ഇതിപ്പോൾ ഫസ്റ്റായിട്ട് ഇതാ ഫ്ലവർ ചെയ്താ 2-3 ഫ്ലവർ ഉണ്ട്. 2 അതാ ഇന്ന് ഇവിടെ എവിടെയോ ഞാൻ നേരത്തെ കണ്ടിരുന്നു. ബ്ലൂസ് ഓറഞ്ച് സ്പെഷ്യൽ എന്താ? ബ്ലൂസ് ഓറഞ്ച് സ്പെഷ്യൽ കുറച്ച് വലിപ്പം ഉണ്ടാവും, തൊലി കട്ടി ഉണ്ടാവും, അങ്ങനെയാണ്. ഇതിപ്പോൾ കുറേ വർഷമായി, ഇപ്പോഴാണ് കായ്ക്കുന്നത്. ഏകദേശം ഒരു 5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിതിന് SOP MOP ഒക്കെ സ്പ്രേ ചെയ്യാറുണ്ട്. എല്ലാത്തിനും കൊടുക്കുന്നതായി ഇവർക്കും കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ പൂട്ടില്ലേ? ഇപ്പം തന്നെ പൂട്ട്. അയ്യോ, ഒരു കായ പോയി. ഒരു കായ കൊഴിഞ്ഞു പോയി. ഇനി ഒരെണ്ണം ഉണ്ട്, പിടിക്കുന്നു വിചാരിക്കാം. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ നാരങ്ങ ഐറ്റംസ് ഒക്കെ ഫ്ലവറിങ് സമയമാണ്. ചിലപ്പോൾ വീണ്ടും ഫ്ലവർ ചെയ്തൂടെ ഉണ്ടാവില്ല. സന്തോഷത്ര ഇതാണ് നമ്മളെ നാംഡോക്മൈ ഗ്രീൻ. ഇപ്പോൾ അതാ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. ഫസ്റ്റ് ഇതാ ഫ്ലവർ ചെയ്തു. അൺസീസണാണ്, മെയ് ലാസ്റ്റാണ്, പക്ഷെ ഫ്ലവർ ചെയ്തു. ഒന്ന് ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ ഒക്കെ എത്ര കണ്ട് പിടിച്ചിട്ടൊന്നും ഒരു പ്രതീക്ഷയില്ല, എന്നാലും മാഷാ അല്ലാഹ് ഫ്ലവർ ചെയ്തു. എൻ്റെ തൊട്ടടുത്ത് ബനാന മാങ്കോ ആണ്, 2 ഒപ്പം വെച്ചാണ്. പക്ഷെ ബനാന മാങ്കോ ഫ്ലവർ ചെയ്തിട്ടില്ല. 8 വർഷത്തേക്ക് ഫ്ലവർ ചെയ്യും. പിന്നെ ഈ കാണുന്നത് ആർട്ടിറ്റു ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ നീലമാങ്ങയാണ്. പിന്നെ റെഡ് ഐവറി, ഇത് ആർട്ടിറ്റു, ഓസ്ട്രേലിയൻ്റെ ആർട്ടിറ്റു. ഇതാണ് കോഴിക്കോടിൻ്റെ സ്വന്തം മാങ്ങ, ഉള്ളൂർ മാങ്ങ. കോഴിക്കോട് നിന്ന് അവകാശപ്പെടുന്ന അവരെ മാങ്ങ ഉള്ളൂർ. ഇതൊക്കെ ഈ വർഷം വെച്ചാട്ടെ, ഈ ഒരു മാസമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇതാ എൻ്റെ ടാഗ്, ഉള്ളൂർ മാങ്ങ, അടിപൊളി മാങ്ങാണ്. എൻ്റെ തൊട്ടടുത്ത് ഒരു മാങ്ങയും കൂടി ഈ വർഷം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചുണ്ട്. ഇതാണ് അത് ഈ വർഷം വെച്ചാണ്. ഇത് റെഡ് ഐവറി അല്ലെങ്കിൽ ജൈൻ്റ് ഐവറി എന്ന് പറയും. 3 ടെസ്റ്റ് മാങ്കോ ആണ്. ഇതൊക്കെ തായ്ലൻഡിൻ്റെ വെറൈറ്റിയാണ്. ഇതൊക്കെ ഈ വർഷം വെച്ചത്. നല്ല ഉഷാറിൽ വരുന്നുണ്ട്, ബ്രൂൺ ചെയ്തിട്ട് ഫ്രഷായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു പുതിയൊരു ഇത് ഈ വർഷം വെച്ചതാണ്. ഇത് പ്രിയൂർ മാങ്കോ ആണ്. ഇതൊക്കെ കംപ്ലീറ്റ് ഇത് അങ്ങനെ മൊട്ടടിച്ചതാണ്, ഫിഷ് ബ്രൂൺ ചെയ്താണ്. ഇതിനൊക്കെ ബ്രാഞ്ച് വരുന്നു. ഇത് ഷേപ്പാക്കിയിട്ട് കൊടായിട്ട് നിർത്തും. അതാണ് കംപ്ലീറ്റ് വെട്ടി ചെറുതാക്കി വെച്ച്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിളിക്കൂടിൻ്റെ അടുത്ത് പോയപ്പോഴാണ് അതിലൊരു പാമ്പിനെ കണ്ടത്, ചേര. അങ്ങനെ ആശാനെ അവിടെ വെച്ച് അടിച്ചു കൊന്നു. ആ ഭാഗത്തൊന്നും മൈക്ക് വെക്കാൻ മറന്നുപോയി ആ തിരക്കിൽ. അപ്പം എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. തിന്നാവോ? എത്ര കിളികളെ തിന്നാവോ? ആകെ 4 ഉള്ളൂ ഇനി. സംഭവം ഉണ്ടേ നീ തമ്മേ. അറിയില്ല.